ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഴ്സസ് ഓഫ് നോളജ് ആൻഡ് ടൈപ്സ് ഓഫ് നോളജ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോളജ് അക്വിസിഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് എങ്ങനെയായിരുന്നു, ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ നോളജ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ആ നോളജിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ എവിടെ നിന്നൊക്കെ കിട്ടും എന്ന് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സോഴ്സുകളിൽ നിന്നായിരുന്നു നമ്മൾ നോളജിനെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ആ സോഴ്സ് ഓഫ് നോളജ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ, അത് എങ്ങനെയൊക്കെയാണ് പർട്ടിക്കുലർ ഡൊമെയിൻ അല്ലെങ്കിൽ ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3 മെയിൻ സോഴ്സ് ഓഫ് നോളജ് ഉണ്ട്: ലിറ്ററേച്ചർ, എക്സ്പേർട്സ്, എക്സാമ്പിൾസ്. ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ ബുക്കുകൾ, അത് വായിക്കുമ്പോൾ നമുക്ക് നോളജ് ലഭിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ, ഒരു ഫീൽഡ്, ആ ഫീൽഡ് എക്സ്പെർട്ട് ആയിരിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നോളജ് കിട്ടും. ഇല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ്, അതായത് നമ്മൾ എന്ത് പറയുന്ന പർട്ടിക്കുലർ ഡൊമെയിൻ ഫീൽഡിൽ നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഡൊമെയിൻ ഫീൽഡിലുമായി റിലേറ്റ് ചെയ്യപ്പെട്ട കുറേ എക്സാമ്പിൾസ്, അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറച്ച് നോളജ് കിട്ടും. പിന്നെ 3 ഡിഫറെൻറ്റ് ബേസിസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് 3 ഉണ്ട്: സയൻറ്റിഫിക് ലോസ്, എക്സ്പീരിയൻസ്, മോഡൽസ്. സയൻറ്റിഫിക് ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കൂടുതലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഫീൽഡുകളിലൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച എക്സ്പീരിയൻസ്, അവിടെ നിന്ന് നമുക്ക് നോളജ് കിട്ടും. ഇല്ലെങ്കിൽ മോഡൽസ് വഴി നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കത്തില്ല, ആ മോഡലിൽ നിന്നും നമുക്ക് നോളജ് ലഭിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡൊമെയിനിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസിനെയാണ് നമുക്ക് നോളജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അതാണ് നോളജ്. അപ്പോൾ ഒരു നോളജ് നമുക്ക് സഹായകരമാകണമെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ കയ്യിരിക്കുന്ന നോളജിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഈ നോളജ് ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. സയൻറ്റിഫിക് ഫീൽഡിൽ നമുക്ക് നോളജ് അക്യൂറിങ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ സയൻറ്റിഫിക് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലോസ് ഒക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി നമുക്ക് ഒരുപാട് നോളജ് എളുപ്പത്തിൽ അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വീക്കർ ആയിട്ടുള്ള ഡൊമെയിൻ ഫീൽഡുകളുണ്ടല്ലോ, സയൻറ്റിഫിക്കലി വീക്കർ ഡൊമെയിൻസ്, അവിടെ നിന്നും നോളജ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. കാരണം അവിടെ അതുപോലെ ഒന്നും, അത് ഒരു ലോസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവിടെ പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രാക്ടിക്കൽ ഫീൽഡിൽ, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ ഉള്ള പ്രാക്ടിക്കൽ ഫീൽഡ്, ആ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പെർട്ട് ഉണ്ട്. ഇപ്പം ആ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുറച്ച് നോളജ് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും അവർ പറയുന്ന ആ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഇത് എഴുതി വെക്കാൻ, അങ്ങനെ നല്ലപോലെ എഴുതി വെക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. അതായത് അവർ പറഞ്ഞ മൊത്തം കാര്യങ്ങളും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ റിട്ടേൺ ഫോമിൽ നമുക്ക് കുറച്ച് മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫീൽഡുകളിലായിരിക്കും കൂടുതൽ എക്സ്പെർട്ട് സിസ്റ്റംസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സ്പെർട്ടിന് നോളജിനെ വെർബലൈസ് ചെയ്യാൻ പറ്റില്ല. വാക്കുകളിലൂടെ ഈ നോളജിനെ അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമുക്കത് എക്സ്പ്രസീസിലേക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയും, ഇപ്പോൾ ഈ തരത്തിലുള്ള ഫീൽഡുകളിൽ നോളജ് അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട്, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്. എക്സ്പെർട്സിൻ്റെ കാര്യം സംബന്ധിച്ചാണെങ്കിലും ഈ നോളജ് എഞ്ചിനീയറിനെ സംബന്ധിച്ചാലും ഇതൊരു ഡിഫിക്കൽട്ട് ആൻഡ് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്. നോളജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഫാക്ട്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ജഡ്ജ്മെൻറ്റൽ റൂൾസ് ഉണ്ട്, ഇവയൊക്കെയാവും ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നല്ല പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാൾക്ക് ഒരുപാട് നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വെയ്സ് ആൻഡ് കുൽക്കോവിസ്കി
എന്താണ് പറയുന്നത്, ഈ നോളജ് എവിടെ നിന്നൊക്കെ ലഭിക്കുമെന്നതിനെ പറ്റി പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ നമുക്ക് തന്നെ നമുക്ക് കൂടുതൽ സ്വയമായിട്ട് കുറേ നോളജ് നമുക്ക് ഉണ്ടാവത്തില്ലേ. അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്തു, ആ സോൾവ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുറച്ച് നോളജ് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പം പേഴ്സണൽ എക്സ്പെർട്ടൈസ് ഓർ മെത്തേഡ്സ് ഫോർ സോൾവിങ് പ്രോബ്ലം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് അവിടെ നിന്ന് നമുക്ക് നോളജ് ലഭിക്കും. അതുപോലെ തന്നെ ഈ മെത്തേഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അതായത് ഒരു പ്രോബ്ലം കാണുമ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള അതും ഒരു നോളജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള നോളജ് ബേസ് ഇതിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നോളജ് കളക്ടിങ് ചെയ്യുന്ന സോഴ്സുകൾ ഒന്നും സഫീഷ്യൻ്റ് അല്ല. എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് പ്യൂർലി ഹെറിസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഹ്യൂമൻ എക്സ്പെർട്ടിൻ്റെ അടുത്ത് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ആ പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്ക് സ്വയം ഒരുപാട് നോളജ് ഉണ്ടാകുന്ന വഴികളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തെന്താണ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോളജ് കളക്ട് ചെയ്യാനായിട്ട് ഹ്യൂമൻ എക്സ്പെർട്ടിൻ്റെ അടുത്ത് മാത്രമല്ല, നമ്മൾ വേറെ എക്സ്പെർട്ട് ഒപ്പീനിയൻ, അതുപോലെ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് എടുക്കണം, കോഡ്സ് ഓഫ് പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് പ്രൊസീജിയേഴ്സ്, എക്സ്പെരിമെൻ്റൽ ഡേറ്റ, ടെക്നിക്കൽ ലിറ്ററേച്ചേഴ്സ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, ജേർണൽസ്, മാനുവൽസ്, മാനുഫാക്ചർ ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇക്വേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ knowledge may therefore also be recognized as the steps to follow in solving a problem. Use of the right equation or data and the correct use of application programs. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം, നോളജിന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം കുറേ സ്റ്റെപ്സ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുറേ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു ഡേറ്റ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പ്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നോളജിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ നോളജ് അക്വിസിഷൻ ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സോഴ്സുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ നോളജിനെ ഒക്കെ കളക്ട് ചെയ്തെടുത്ത്, അപ്പം പലതരത്തിലുള്ള നോളജുകൾ അതിനകത്ത് ഉൾപ്പെടാം. ഇപ്പോൾ 3 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് നോളജ് ഉണ്ട്. ഒന്ന് പെർസെപ്ച്വൽ നോളജ്. ഈ നോളജ് കവർ ചെയ്യുന്ന സിമ്പിൾ ഫാക്ട്സ്, റിലേഷൻഷിപ്സ് അവയൊക്കെയാണ്. ലൈക്ക് കോഴ്സ് ക്രിസ്റ്റലിൻ്റെ കളറ്, അല്ലെങ്കിൽ അയണിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, എഞ്ചിൻ്റെ മാക്സിമം ടോർക്ക്, അതുപോലത്തെ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ്. പിന്നെ അവയുമായുള്ള റിലേഷൻഷിപ്പ്, ഈ അയണിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഫാക്ച്വൽ ഡേറ്റ, അതായിരിക്കും ഈ പെർസെപ്ച്വൽ നോളജിൽ ഉണ്ടാവുക. അപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റം ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ഹോൾഡ് ചെയ്യേണ്ടി വരത്തില്ല, സിൻസ് they could be obtained as answers to questions, but practically in any system needs to handle such information. ഇപ്പോൾ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഹോൾഡ് ചെയ്യേണ്ടി വരത്തില്ല, അവർക്ക് ഇത് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ട് ഇത് ലഭിക്കും. പക്ഷെ പ്രാക്ടിക്കലി ഏത് സിസ്റ്റത്തിലും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നെക്സ്റ്റ് ലെവൽ നോളജ് ഉള്ളതാണ് കൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്സ് അടങ്ങിയ നോളജ്. അതായത് സയൻറ്റിഫിക് ലോസ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ഇക്വേഷൻസ്, ബോയിൽസ് ലോ, ഇവയെല്ലാം കൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്പ് അടങ്ങുന്ന നോളജ് ആണെന്ന് പറയാം. ഇനി കൂടുതലും ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഹെറിസ്റ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, അതായത് ഇപ്പം ഒരാൾക്ക് പനി വന്നു, അപ്പോൾ അതിൽ നിന്നും അയാൾക്ക് അസുഖമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഇതും ഈ കൺസെപ്റ്റ് ആൻഡ് റിലേഷൻഷിപ്സ് നോളജിൻ്റെ അണ്ടറിൽ വന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് നോളജ് ആണ് സ്ട്രാറ്റജിക് നോളജ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന നോളജ് എന്ന് പറയുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് നോളജോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിലൂടെ ലഭിച്ച നോളജോ മാത്രമല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്നു, അതായത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നു. അപ്പം ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് സ്ട്രാറ്റജീസ് ഒക്കെ അപ്ലൈ ചെയ്യാം ഇത്തരത്തിലുള്ള കേസിൽ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങുന്ന നോളജാണ് ഈ സ്ട്രാറ്റജിക് നോളജ് എന്ന് പറയുന്നത്. അപ്പം ഓരോരോ തലങ്ങളാണ് ഒരു നോളജിൻ്റെ, ഒരു പ്രത്യേക ഓരോന്നും ഓരോ രീതിയിലാണ് ഈ നോളജുകളുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പെർട്ട് സിസ്റ്റം എത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നത് എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഉള്ള ഈ സ്ട്രാറ്റജിക് നോളജിന് ബേസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ്. അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.